ഹലോ, നമസ്കാരം, സ്വാഗതം. ഹെവി ഫൈറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവചനങ്ങൾ അസ്ഥാനത്തായ എന്ന് വെച്ചാൽ തീപ്പാറും പോരാട്ടങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ഹെവി ഫൈറ്റ്. നമ്മൾ ബേപ്പൂരിൽ നിന്ന് തുടങ്ങി നേമത്തൂടെ സഞ്ചരിച്ചു, മഞ്ചേശ്വരം പോയി. ഇന്നെവിടെയാണ് സാജു? ഇന്ന് നമ്മൾ പച്ചക്കോട്ടയിലെ ചുവപ്പൻ തുരുത്ത് തേടിയാണ് നമ്മൾ പോകുന്നത്. പച്ചക്കോട്ടയിലെ ചുവപ്പൻ തുരുത്ത് അത് ചെറിയ മണ്ഡലമല്ല. ഒരു കാലത്തിൽ മുസ്ലിം ലീഗിന്റെ തട്ടകം കോട്ടയായിരുന്ന ഇടം. ആരൊക്കെ അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചു? CH മുഹമ്മദ് കോയ മുതൽ സീതി ഹാജി വരെ, സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾ വരെ ജയിച്ച മണ്ഡലം. സീതി ഹാജി അടക്കം. എന്താണ് സംശയം? അത്രയും വലിയ ലീഗിന്റെ കരുത്തായിരുന്ന മണ്ഡലം. പക്ഷെ ഇപ്പൊ ലീഗിനൊപ്പമല്ല. അങ്ങോട്ടാണ് നമ്മുടെ യാത്ര. അവിടെ ഒരു പ്രശ്നമുണ്ട്. ലീഗും കോൺഗ്രസും തമ്മിൽ അത്ര നല്ല ബന്ധമല്ല. താനൂരാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. താനൂർ ലീഗിന്റെ മഹാരഥന്മാരായ നേതാക്കളെല്ലാം മത്സരിച്ച് ജയിച്ച നിയമസഭയിലേക്ക് യാത്ര പോയ താനൂരിന്റെ മണ്ഡലം പക്ഷേ UDF-നും ലീഗിനും ഇപ്പോൾ അത്ര സേഫ് അല്ല. അപ്പൊ താനൂരിൽ നിശ്ചയമായും ഇക്കുറി ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്നു, ഹെവി ഫൈറ്റ്. അപ്പൊ താനൂരിലേക്കാണ് ഇന്ന് ഹെവി ഫൈറ്റിന്റെ യാത്ര. നമുക്ക് ആദ്യം താനൂരിന്റെ ഒരു ജനറൽ പിക്ചർ ഒന്ന് അറിഞ്ഞു വരാം വേഗത്തിൽ. മലപ്പുറം ജില്ലയിലെ തീരദേശ മണ്ഡലം. ജില്ലയിലെ 16 മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന അസംബ്ലി സീറ്റ്, ഒരു നഗരസഭയും 5 പഞ്ചായത്തുകളും അടങ്ങുന്ന മണ്ഡലം. മുസ്ലിം ലീഗിന്റെ മഹാരഥന്മാരായ നേതാക്കളെ തുടർച്ചയായി നിയമസഭയിലേക്ക് അയച്ച പഴയ കോട്ട. മുൻ മുഖ്യമന്ത്രി CH മുഹമ്മദ് കോയ ആദ്യ MLA, പിന്നീട് MK ഹാജിയും ഉമർ ബാഫക്കി തങ്ങളും UA ബീരാനും E അഹമ്മദും സീതി ഹാജിയും ശേഷം മന്ത്രിമാരായ കുട്ടി അഹമ്മദ് കുട്ടിയും PK അബ്ദുറബ്ബും അടക്കം ലീഗിന്റെ സമുന്നതരായ നേതാക്കൾ വെന്നിക്കൊടി പാറിച്ച മണ്ണ്. പച്ചക്കോട്ട പൊളിഞ്ഞ് വലത്തേക്കും ഇടത്തേക്കും ചായാവുന്ന സ്വഭാവ വ്യതിയാനം താനൂരിന് കൈവന്നത് ഈ അടുത്ത്. പ്രത്യേകിച്ചും V അബ്ദുറഹ്മാൻ എന്ന മുൻ കോൺഗ്രസുകാരനെ LDF കളം മാറ്റി കളത്തിലിറക്കിയതോടെ തീരദേശത്തെ ജനതയുടെ ജീവൽ പ്രശ്നങ്ങളും വികസന വിഷയങ്ങളും പ്രധാന ചർച്ചാ വിഷയം. V അബ്ദുറഹ്മാൻ മണ്ഡലം അട്ടിമറിച്ചത് UDF-നകത്തെ ഭിന്നത മുതലെടുത്ത്. പൊന്മുണ്ടത്തെയും ചെറിയ മുണ്ടത്തെയും അടിയൊഴുക്കുകൾ വീണ്ടും മണ്ഡലത്തിന്റെ വിധി നിർണയിക്കുമോ? അബ്ദുറഹ്മാന്റെ ഞെട്ടിക്കൽ ജയം തുടരുമോ? ലോക്സഭയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉണ്ടായ മേധാവിത്വം തുടർന്ന് സീറ്റ് തിരിച്ചുപിടിക്കാൻ ലീഗിനും UDF-നും ആകുമോ? PK ഫിറോസും പരാജയപ്പെട്ടെടുത്ത് ആ വലിയ ദൗത്യം ഏറ്റെടുക്കാൻ ലീഗ് ആരെയായിരിക്കും നിയോഗിക്കുക? ഈ നിർണായക ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് ഹെവി ഫൈറ്റ്. അപ്പോൾ പ്രവചനങ്ങൾ പാടെ അസ്ഥാനത്തായ താനൂരിൽ കണക്കുകളിലെ സൂചനകളിലെ സാധ്യതകൾ പരിശോധിക്കുകയാണ് നമ്മൾ. വേഗത്തിൽ പോകാം. 2021 എന്ത് സംഭവിച്ചു താനൂരിൽ എന്ന് വേഗത്തിൽ ഒന്ന് നോക്കി വരാം. 2021 ഹെവി ഫൈറ്റ് ആണ് സാജു അവിടെ നടന്നത്. ആകെ വോട്ട് 1,96,087. അതിൽ ഇനി സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ട് ഷെയറിന്റെ കാര്യത്തിലേക്കാണ് ഇനി നമ്മൾ വരുന്നത്. V അബ്ദുറഹ്മാൻ 70,704 വോട്ടാണ് സൈഫുദ്ദീൻ നേടിയിരിക്കുന്നത്. അതായത് ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 46.34% വോട്ടുകൾ സ്വന്തമാക്കിക്കൊണ്ടാണ് V അബ്ദുറഹ്മാൻ രണ്ടാം തവണയും താനൂരിൽ നിന്ന് ജയിച്ചു കയറി മലപ്പുറത്തിന്റെ മന്ത്രിയായി മാറിയത്. അപ്പോൾ അവിടെ PK ഫിറോസിനെ, യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന PK ഫിറോസ് എന്ന ലീഗിന്റെ യുവരക്തത്തെ ആദ്യമായി ഫിറോസിന്റെ കന്നി അംഗം കൂടിയായിരുന്നു. താനൂർ തിരിച്ചുപിടിക്കുക എന്നതായിരുന്നു ഫിറോസിന്റെ ദൗത്യം. പക്ഷേ പരാജയപ്പെട്ടുവെങ്കിൽ കൂടിയും ഫിറോസ് അവിടെ പിടിച്ച വോട്ട് 69,719 വോട്ടുകൾ എന്ന് വെച്ചാൽ 45.70%. ഇനി നമുക്ക് BJP-യുടെ നോക്കാം. BJP അവിടെ ഒരു ഘടകമേ അല്ല എന്ന് തെളിയിക്കുന്നതാണ് ആ വോട്ട്. 10,590 വോട്ട് മാത്രമാണ് BJP സ്ഥാനാർത്ഥിയായിരുന്ന K നാരായണൻ മാസ്റ്റർക്ക് നേടാൻ കഴിഞ്ഞത്. 6.94% വോട്ട് മാത്രമാണ് BJP-യുടെ പെട്ടിയിലേക്ക് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താനൂരിലെത്തിയത്. സൈഫുദ്ദീൻ, ഇനി ആ ഭൂരിപക്ഷത്തിന്റെ കണക്കിലേക്ക് വരുമ്പോഴാണ് താനൂർ എന്തുകൊണ്ട് ടൈറ്റ് ഫൈറ്റ് ആകുന്നു എന്ന കാര്യം വരുന്നത്. 985 വോട്ടുകൾ. അതിന് മുമ്പത്ത് നോക്കൂ, 4,918 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് 2016 അബ്ദുറഹ്മാന്റെ ഭൂരിപക്ഷം ഉണ്ടായത്. അതാണ് 2021 വന്നപ്പോൾ 985 എന്ന 1000-ൽ താഴെയുള്ള അക്കത്തിലേക്ക് ആ ഭൂരിപക്ഷം എത്തിച്ചേർന്നത്. അപ്പോൾ കണക്കുകളിൽ 2021 കണക്കുകൾ 2016 കണക്കുകൾ എടുക്കുമ്പോൾ തന്നെ അബ്ദുറഹ്മാൻ 2021 സാജു പിണറായിക്ക് അനുകൂലമായ രണ്ടാം പിണറായി സർക്കാരിന് അനുകൂലമായ ഒരു വേവ് സംസ്ഥാനത്തുടനീളം ആഞ്ഞടിച്ചപ്പോഴും അബ്ദുറഹ്മാന് വോട്ട് കുറയുന്നതാണ് നമ്മൾ കാണുന്നത്.
തീർച്ചയായും അതും 1000-ന് താഴേക്ക് ഭൂരിപക്ഷം പോകുന്നു. 2016 മുസ്ലിം ലീഗിനെ ഞെട്ടിച്ച അത്ര വലിയ ഞെട്ടിക്കലൊന്നും നടത്താൻ അബ്ദുറഹ്മാന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സൈഫുദ്ദീൻ, ഈ മണ്ഡലം നോക്കുമ്പോൾ 1957 മുതൽ 2011 വരെയും മുസ്ലിം ലീഗിന്റെ തട്ടകമായിരുന്ന മണ്ഡലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ജയിച്ചു വന്ന മഹാരഥന്മാരായ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ അവിടേക്കാണ് എങ്ങനെയായിരിക്കും എത്തിച്ചേർന്നിരിക്കുക എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. മുസ്ലിം ലീഗിന് കഴിഞ്ഞ 2 വട്ടവും മണ്ഡലം കൈവിട്ടു പോകുന്നത്. പക്ഷേ മുസ്ലിം ലീഗിന്റെ ഇതിന്റെ മുന്നറിയിപ്പ് നേരത്തെ മനസ്സിലാക്കേണ്ടിയിരുന്നില്ലേ? കാരണം 2008 മണ്ഡല പുനർനിർണയത്തിന് തൊട്ടു പിന്നാലെ തന്നെ ആ വരാൻ പോകുന്ന തിരിച്ചടിയുടെ സൂചനകൾ ഉണ്ടായിരുന്നു. കാരണം തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകൂ, 2011 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായ അബ്ദുറഹ്മാൻ രണ്ടത്താണി വെറും 5000 വോട്ടുകൾക്കാണ് ജയിച്ചു കയറുന്നത്. വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലത്തിൽ വരാൻ പോകുന്ന തിരിച്ചടിയുടെ സൂചനകൾ അന്നേ അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ വളരെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ആ മണ്ഡല പുനർനിർണയമായിരുന്നു. ആ മണ്ഡല പുനർനിർണയത്തിൽ മുസ്ലിം ലീഗിന്റെ ഏറ്റവും ശക്തമായ പഞ്ചായത്തുകളായിരുന്ന നന്നമ്പ്ര, തെന്നല, എടരിക്കോട്, പെരുമണ്ണക്ലാരി, പറപ്പൂർ പഞ്ചായത്തുകൾ അത് തിരൂരങ്ങാടി, വേങ്ങര മണ്ഡലങ്ങളിലേക്ക് പോകുന്നുണ്ട്. പകരമായി വന്നതാകട്ടെ കുറ്റിപ്പുറം മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന ചെറിയമുണ്ടം പഞ്ചായത്താണ് എത്തുന്നത്. ഇതിങ്ങനെ മണ്ഡലത്തിന്റെ ഘടന മാറുന്നതോടുകൂടി സംഭവിക്കുന്നു മുസ്ലിം ലീഗിന്റെ ശക്തമായ ശക്തി കേന്ദ്രങ്ങൾ അങ്ങ് മാറിയിട്ട് വോട്ടിൽ വലിയ രീതിയിലുള്ള ഒഴുക്കുണ്ടാവുന്നു. പിന്നീട് വന്ന സ്ഥാനാർത്ഥിയും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. വി അബ്ദുറഹ്മാൻ എന്ന മുൻ കോൺഗ്രസുകാരുടെ വോട്ട് കൂടി നേടിക്കൊണ്ടാണ് ആദ്യ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറിയതെന്നതിൽ ഒരു സംശയവും. വി അബ്ദുറഹ്മാന്റെ കാര്യത്തിൽ നമുക്ക് കുറെ കൂടി വിശദമായി സംസാരിക്കണം. അതിനു മുമ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു താനൂരിൽ എന്നറിയണം. നോക്കൂ സാജു, താനൂർ ലോക്സഭാ ഇലക്ഷൻ നടന്ന 2024 അവിടെ UDF മുസ്ലിം ലീഗിന്റെ കാൻഡിഡേറ്റ് ആയിരുന്ന MP അബ്ദുൽ സമദ് സമദാനിക്ക് കിട്ടിയത് 83,556 വോട്ട്. KS ഹംസ എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് 41,587 വോട്ട് മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി മണ്ഡലത്തിന്റെ ഭാഗമായ താനൂരിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയും. BJP കാൻഡിഡേറ്റ് നിവേദിതയ്ക്ക് 14,861 വോട്ട് എന്ന് വെച്ചാൽ വലിയൊരു വോട്ട് ഷെയറിന്റെ വ്യത്യാസം BJPയുടെ കാര്യത്തിൽ എവിടെയില്ല. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടിയിട്ടുമുണ്ട്. ശരി, അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നമ്മൾ നോക്കി. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിയ 985 വോട്ടാണെങ്കിൽ കൂടിയും നമ്മൾ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും എടുത്ത പോലെ ഇവിടെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ വലിയൊരു ഭൂരിപക്ഷത്തിന്റെ വോട്ട് ഷെയർ MP അബ്ദുൽ സമദ് സമദാനിക്ക് താനൂരിൽ നിന്ന് കിട്ടുന്നുമുണ്ട്. ലീഗിന് അവിടെ കിട്ടുന്നതിന്റെ കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടാതെ പോയതിന്റെ ഫാക്ടറാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന ഒരു കാര്യം. വി അബ്ദുറഹ്മാൻ എന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി വളരെ പ്രധാനപ്പെട്ട ഘടകമായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് കോൺഗ്രസ് അവിടെ ലീഗിനോട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ മുൻ കോൺഗ്രസുകാരനായ വി അബ്ദുറഹ്മാന് നേടിയെടുക്കാൻ കഴിയുന്നുണ്ട് കോൺഗ്രസ് വോട്ടുകൾ. പ്രത്യേകിച്ച് പൊന്മുണ്ടം പോലുള്ള സ്ഥലങ്ങൾ നമുക്കറിയാം നിരന്തരമായി ലീഗുമായി ഏറ്റുമുട്ടിക്കൊണ്ട് ഒറ്റയ്ക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അടക്കം മത്സരിച്ചു പോകുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ട് താനും. അങ്ങനെ വരുമ്പോൾ അതെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി അബ്ദുറഹ്മാൻ ജയിച്ചു വന്നത് എന്ന വസ്തുത ഒരിക്കൽ കൂടി അടിവരയിടുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം. നിശ്ചയം. അപ്പോൾ വി അബ്ദുറഹ്മാൻ ഫാക്ടർ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വർക്കാകുന്നത് എന്ന് വ്യക്തം. നമുക്കിനി 2025 എന്ന് വെച്ചാൽ മാസങ്ങൾക്ക് മുമ്പ് മാത്രം നടന്ന 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചിത്രത്തിലേക്ക് വരുമ്പോൾ അത് UDFന് കുറെ കൂടി പ്രതീക്ഷ പകരുന്നതാണ്. ആകെയുള്ള 6 തദ്ദേശ സ്ഥാപനങ്ങളിൽ 1 താനൂർ മുനിസിപ്പാലിറ്റിയാണ്. അങ്ങനെ 6 തദ്ദേശ സ്ഥാപനങ്ങളിൽ 4 ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFനൊപ്പമാണ്. സാജു, ജില്ലയിലെ 4 പഞ്ചായത്തുകളും UDFന് ഒപ്പമാണ് എന്നുള്ളത് മാത്രമല്ല, തവനൂരൊക്കെ താനൂർ നഗരസഭയിലേക്ക് വരുമ്പോഴേക്കും UDFന് അവിടെ കുറെ കൂടി മെച്ചപ്പെട്ട മാർജിനിലേക്ക് എത്താൻ കഴിയുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. LDFനാകെ നിറമരുതൂർ പഞ്ചായത്ത് മാത്രം, താനൂർ മുനിസിപ്പാലിറ്റിയും ഒഴൂർ പഞ്ചായത്തും താനാലൂരും ചെറിയമുണ്ടവും UDFനൊപ്പം നിന്നപ്പോൾ നിറമരുതൂർ LDFനൊപ്പം പൂർണ്ണമായി നിന്നു. അവിടെ ഒരു അതേഴ്സ് കാണുന്നുണ്ട്, പൊന്മുണ്ടം. അത് നമുക്കറിയാം. ആ ഫാക്ടർ ആണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി ലീഗിന് പലപ്പോഴും മാറുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതിൽ നിറമരുതൂർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം CPM ഒറ്റയ്ക്ക് മത്സരിച്ച്
അധികാരത്തിലേക്ക് എത്തുന്ന പഞ്ചായത്താണ്. ഈ പൊന്മുണ്ടം പഞ്ചായത്തിലാണ് അതൊരു വലിയ മാറ്റമാണ്. പൊന്മുണ്ടം പഞ്ചായത്തിലാണ് മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസും CPM ഒക്കെ ഒരുമിച്ച് ചേരുന്ന ഒരു സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നതാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ തുടങ്ങിയത് മാത്രമല്ല, അവിടുത്തെ പൊന്മുണ്ടം കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ അംഗീകൃത പാർട്ടി പോലുമായിരുന്നു. പിന്നീട് കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് അവരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നതാണ്. കോൺഗ്രസിനെ നേതൃത്വം വിട്ട് കളഞ്ഞ ഒരു ഏരിയയാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അവിടെ വി അബ്ദുറഹ്മാൻ എന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുൻ കോൺഗ്രസ്സുകാരൻ എന്ന് തന്നെ അദ്ദേഹത്തെ വിളിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് അവിടുന്ന് മാത്രമല്ല വോട്ട് കിട്ടുന്നത്, പൊന്മുണ്ടത്തുനിന്ന് മാത്രമല്ല ചെറിയമുണ്ടത്തുനിന്നും കൂടി വന്നാൽ സമീപ പഞ്ചായത്ത്, അവിടെയും അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹം നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സ്വാധീന മേഖലകളിൽ പെടുന്ന പ്രദേശമായിരുന്നു ഇതെല്ലാം എന്നുള്ളത് കൂടിയാണ്. യെസ്, അപ്പോൾ അവിടുത്തെ സാമുദായിക വോട്ട് നില വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. താനൂരിലെ സാമുദായിക വോട്ട് നിലയും അവിടെ എന്തെല്ലാം വിഷയങ്ങൾ സജീവമായി വരും എന്നുള്ളതും കൂടി നമുക്ക് നോക്കണം. സാമുദായിക വോട്ട് നില നോക്കൂ. മുസ്ലിം വോട്ട് 77% വെച്ചാൽ മജോറിറ്റി വോട്ട് ഷെയർ മുസ്ലിം വോട്ടുകളാണ്. ഹിന്ദു വോട്ട് 22%. എന്ന് വെച്ചാൽ പണ്ട് മുസ്ലിം ലീഗിന്റെ കോട്ടയായിരുന്നു, മുസ്ലിം ലീഗിന്റെ സ്വന്തം വോട്ടായിരുന്നു. അതിനകത്താണ് വലിയ മുസ്ലിം ലീഗിന്റെ വോട്ടിൽ നിന്നുണ്ടായ ചോർച്ച തന്നെയാണ് മുസ്ലിം ലീഗിന് തിരിച്ചടിയായിരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഈ സാമുദായിക അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ കൂടി. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം ഒരിക്കൽ കൂടി നമ്മൾ പറഞ്ഞു പോകണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെടുത്ത അത്രയും ലീഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് കിട്ടുന്നില്ല. 11,000 വോട്ടിന്റെ ലീഡ് മാത്രമാണ് നമ്മൾ താനൂരിലെ നഗരസഭയും പഞ്ചായത്തുകളും ഒക്കെ കൂട്ടിച്ചേർന്നാൽ മുസ്ലിം ലീഗിന്റെ ഉള്ള അല്ലെങ്കിൽ UDF-നുള്ള ഭൂരിപക്ഷം എന്നുള്ളതാണ് വസ്തുത. നേരിയ രീതിയിലൊന്ന് മെച്ചപ്പെടുത്തിയെന്ന് മാത്രം, പക്ഷേ സേഫ് അല്ല ഇപ്പോഴും എന്ന് സൂചിപ്പിക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ താനൂരിനെ ഹെവി ഫൈറ്റ് മണ്ഡലത്തിന്റെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ വേഗത്തിലൊന്ന് എന്ന് വെച്ചാൽ ഒന്ന് കണ്ണോടിച്ച് വരാമെന്ന് മാത്രം. എന്തൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്നതാണ്. കോൺഗ്രസ് ലീഗ് ഭിന്നത പൂർണ്ണമായി മറികടക്കാൻ ഇപ്പോൾ ആയിട്ടുണ്ടോ? ഇല്ല, ഇപ്പോഴും ആയിട്ടില്ല എന്നുള്ളതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെ നമുക്ക് മുന്നിൽ തെളിവായി നിൽക്കുന്നത്. അതിനെ മറികടക്കാൻ കോൺഗ്രസ് നേതൃത്വവും ലീഗ് നേതൃത്വവും സംസ്ഥാന തലത്തിൽ പല ഘട്ടത്തിലായി തീരുമാനമെടുക്കുന്നുണ്ട്. പക്ഷെ ആ തീരുമാനങ്ങൾ ഒന്നും താഴെത്തട്ടിൽ നടപ്പാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സൈഫുദ്ദീൻ വസ്തുത. വീണ്ടും മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം തീരമേഖലയിലെ പ്രശ്നങ്ങളാണ്. രാഷ്ട്രീയ സമവാക്യങ്ങളിലെ മാറ്റം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് പക്ഷേ UDF-ന് ഒരു നേരിയ എഡ്ജ് ഉണ്ടാക്കുന്നത് മാത്രം. അത്രേ ഉള്ളൂ. ഒരു നേരിയ എഡ്ജ്, ഇപ്പോഴും ഒരു സേഫ് പൊസിഷനിലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല സൈഫുദ്ദീൻ. ഓക്കെ, അപ്പോൾ തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ കൂടി അവിടെ വോട്ട് ചർച്ചയായി വരുന്നു എന്നുള്ളതാണ്. ഒപ്പം ഇനി നമുക്ക് പ്രധാനമായും പരിശോധിക്കേണ്ടത് LDF-ലെ വി അബ്ദുറഹ്മാൻ സിറ്റിംഗ് MLA ആണ്, മന്ത്രിയാണ്. സ്വാഭാവികമായി അദ്ദേഹത്തിന് തുടരാൻ സാധ്യതയുണ്ട്. UDF-ൽ ആരൊക്കെ വരും? നമ്മൾ താനൂരിലെ സ്ഥാനാർത്ഥി ചിത്രം പരിശോധിക്കാൻ പോവുകയാണ്. താനൂരിൽ ഒരു ഭാഗത്ത് അനിഷേധ്യനായി പകരം വെക്കാൻ പറ്റാത്ത ഒരാളായി നിശ്ചയമായും LDF-ന്റെ കാൻഡിഡേറ്റ് ഉയർന്നു നിൽക്കും. ഈ വശത്ത് ഉയർന്നു വരും നിശ്ചയമായും വി അബ്ദുറഹ്മാന് LDF കാൻഡിഡേറ്റിന് റീപ്ലേസിംഗ് ഓപ്ഷൻ ഉണ്ടോ സാജു? ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ സൈഫുദ്ദീൻ പോയിട്ട് വി അബ്ദുറഹ്മാനോട് ചോദിച്ചാൽ ഇനി ഒരു അംഗത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനില്ല എന്ന് മാത്രമേ അദ്ദേഹം പറയുള്ളൂ. പക്ഷേ CPM-ന് മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ല താനൂർ എന്നുള്ളതാണ് വസ്തുത. വി അബ്ദുറഹ്മാൻ നിന്നാൽ മാത്രമേ ജയിച്ച് കയറുകയുള്ളൂ എന്ന കാര്യം പാർട്ടിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് മറ്റൊരു മുഖത്തെയും അവിടെ പരിഗണിക്കില്ല. കാരണം ജയിച്ച് കയറണമെങ്കിൽ മറുപക്ഷത്തു നിന്നുള്ള വോട്ടുകൾ കൂടി സമാഹരിച്ചെങ്കിൽ മാത്രമേ LDF-ന്റെ സ്ഥാനാർത്ഥിക്ക് താനൂരിൽ ജയിക്കാനാവുള്ളൂ. അപ്പോൾ അബ്ദുറഹ്മാൻ നിന്നാൽ കഴിഞ്ഞാൽ പൊന്മുണ്ടത്ത് നിന്ന് വോട്ട് കിട്ടും, ചെറിയ മുണ്ടത്ത് നിന്നും കൂടി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാജു, മലപ്പുറത്തെ ഈ ലീഗ് കോട്ടകളെല്ലാം കാലാന്തരങ്ങളിൽ LDF പിടിച്ചത്, CPM ഇളക്കിയത് ഇങ്ങനെ പൊതു സ്വതന്ത്രരെ നിർത്തിയാണ്. വെച്ച് കഴിഞ്ഞാൽ UDF പാളയത്തിൽ നിന്ന് ആളെ കളം മാറ്റി കൊണ്ടുവന്ന് അടർത്തി മാറ്റി കൊണ്ടുവന്നാണ് ഈ UDF-ന്റെ കോട്ടകളൊക്കെ പൊളിച്ചത്. അങ്ങനെയാണ് അബ്ദുറഹ്മാനും കയറി വന്നത്. ഇപ്പൊ അബ്ദുറഹ്മാൻ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നത് തീർച്ചയായും. PV അൻവർ ഇപ്പൊ മറുപാളയത്തിലുള്ള PV അൻവറിനെ നിലമ്പൂരിൽ കൊണ്ടുവന്നത് എങ്ങനെയാണ്? മറുപാളയത്തിൽ നിന്ന് തന്നെ എത്തിച്ചത്, ജലീലിനെ പോലെ ഇങ്ങനെ കടക്കുകയാണ്. മലപ്പുറം പിടിക്കാനുള്ള ഒരു അടവ് നയമാണ് CPM-ന് എല്ലാ കാലത്തും ഇത്തരം പൊതു സ്വതന്ത്രന്മാർ അല്ലെങ്കിൽ മറുപക്ഷത്തു നിന്നും ചാടിച്ചു കൊണ്ടുവരുന്നവർ എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോഴും മറ്റു വഴികളില്ല താനൂർ നിലനിർത്താൻ എന്നുള്ളതാണ് കാര്യം സൈഫുദ്ദീൻ. അപ്പോൾ താനൂരിൽ വി അബ്ദുറഹ്മാൻ അല്ലാത്ത ഒരു പേര് നമ്മൾ പരാമർശിക്കേണ്ടത് പോലുമില്ല. പക്ഷേ UDF-ൽ ആര് എന്ന ചോദ്യത്തിനെതിരെ ഇപ്പോഴും ഉത്തരമായിട്ടില്ല. 2 പേരുടെ ചിത്രം നമ്മൾ അപ്പുറത്ത് ഇത് നൽകിയിട്ടുണ്ട്. അതിൽ ഒരാൾ PK നവാസാണ്, മറ്റൊരാൾ ഫൈസൽ ബാബുവാണ്. ഈ നവാസിനെ കുറിച്ച് ആദ്യം സംസാരിക്കാം. നമുക്ക് അതിനു മുമ്പ് എന്തുകൊണ്ട് കൂടുതൽ കരുത്തരായ നേതാക്കളെ, യുവത്വത്തെയൊക്കെ അങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരുന്നു ലീഗിന് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വി അബ്ദുറഹ്മാനെ ഇനി വീഴ്ത്തുക എന്നുള്ളത് അവരുടെ പ്രസ്റ്റീജ് പ്രശ്നമാണ്.
അത് കഴിഞ്ഞ തവണ PK ഫിറോസിലൂടെ സാധ്യമാക്കാനായിരുന്നു ശ്രമം. PK ഫിറോസിനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് ലീഗിലെ ഏറ്റവും കരുത്തനായ നേതാവ്, സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടലുകളിലൂടെ യുവാക്കൾക്കിടയിൽ സവിശേഷ സാന്നിധ്യം ഉണ്ടായിരുന്ന ആളൊക്കെയായിരുന്നു. പക്ഷേ ചെറിയ വോട്ട്, വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ, സോഷ്യൽ മീഡിയ ക്യാമ്പയിനൊക്കെ പോയി. പക്ഷേ വോട്ട് കുറെ കൂടി സമാഹരിക്കാൻ കഴിഞ്ഞില്ല. നല്ലൊരു ഫൈറ്റ് നടത്തി. 1000 താഴെ വോട്ടിന് തോൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ ഫൈറ്റ് തന്നെയാണ്. പക്ഷേ വിജയത്തിലേക്ക് എത്തിക്കാനും മണ്ഡലം തിരിച്ചുപിടിക്കാനും PK ഫിറോസിന് അന്ന് കഴിഞ്ഞില്ല. അവിടേക്കാണ് PK നവാസിനെ പരിഗണിക്കുന്നത്. മറ്റൊരു PK ആണ്. മാത്രമല്ല വിദ്യാർത്ഥി നേതാവായി നല്ല അടയാളപ്പെടുത്തലുകൾ MSF-ൽ നടത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കാലാവധി തന്നെ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ MSF-ന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും നല്ല നായകനായിരുന്നു PK നവാസ് എന്ന കാര്യം മുസ്ലിം ലീഗിന്റെ ചരിത്രം എഴുതുമ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ അടയാളപ്പെടുത്താതെ പോകാനാവില്ല. ആ കരുത്തോടു കൂടിയാണ് PK നവാസ് എന്ന പേരിനെ പരാമർശിക്കുന്നത് ഇവിടെ എന്നതാണ് മറ്റൊരു കാര്യം. മറ്റൊരു പേര് വരുന്നതാണ് ഫൈസൽ ബാബു എന്നുള്ള പേര്. എല്ലാ ഇലക്ഷനിലും ലീഗ് ഒരു ഓപ്ഷനായി ഫൈസൽ ബാബുവിനെ പല മണ്ഡലങ്ങളിലും സീറ്റ് മാത്രം കൊടുക്കാറില്ല. എന്തുകൊണ്ട് ഫൈസൽ ബാബുവും ഇതുപോലെ തന്നെ യുവാക്കളുടെ വോട്ടുകൾ ആകർഷിക്കാൻ ശേഷിയുള്ള ആൾ, നല്ല പ്രഭാഷകനാണ്, നല്ല വടിവത്ത ഭാഷയിൽ സംസാരിക്കാൻ ശേഷിയുള്ള ആൾ, പുതിയ കാലത്തെ സമൂഹത്തെ ആകർഷിക്കാനുള്ള ശേഷിയുള്ള നേതാക്കളിൽ ഒരാളാണ്. യൂത്ത് ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി, ദേശീയ തലത്തിൽ നിറഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്ന നേതാക്കളിൽ ഒരാൾ കൂടിയാണ്. ദേശീയ തലത്തിലുണ്ടാകുന്ന വിഷയങ്ങളിൽ, മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിലൊക്കെ ഇടപെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് അദ്ദേഹത്തെ പലപ്പോഴും കാണാൻ കഴിയുന്നത്. ഇതും ഫൈസൽ ബാബുവിനുള്ള ഒരു പ്ലസ് പോയിന്റായി വേണം നമ്മൾ കണക്കാക്കാൻ. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയം താനൂരിൽ കടുകട്ടിയായിരിക്കും. കാരണം ഒരിക്കൽ കൂടി നഷ്ടപ്പെട്ടാൽ ഇനി അത് തിരിച്ചു കിട്ടാനുള്ള സാധ്യത ഓരോ ഘട്ടത്തിലും വിരളമാകും എന്ന കാര്യം നേതൃത്വത്തിനറിയാം. അബ്ദുറഹ്മാൻ ഒരു തടക്കം ചെയ്യുന്ന അല്ലെങ്കിൽ തന്ത്രശാലിയായ ഒരു പൊളിറ്റീഷ്യനാണ്. ഇപ്പോൾ കോൺഗ്രസിലെ UDF-ലെ വോട്ടുകൾ പർച്ചേസ് ചെയ്യാൻ മാത്രം കെൽപ്പുള്ള തന്ത്രശാലിയായ ഒരു പൊളിറ്റീഷ്യനെ, അത്ര എക്സ്പീരിയൻസ് കുറവുള്ള ഈ യങ് ചോരത്തിളപ്പുകൾ നേരിടുമ്പോഴുള്ള ഒരു പോരാട്ടത്തിന്റെ ഒരു സവിശേഷത അവിടെ ഉണ്ട്. മാത്രമല്ല കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല വി അബ്ദുറഹ്മാൻ വോട്ട് സമാഹരിക്കുന്നതെന്നാണ് ലീഗുകാർ ആരോപിക്കുന്നത്. BJP-യുടെ വോട്ടുകൾ കൂടി വി അബ്ദുറഹ്മാൻ പർച്ചേസ് ചെയ്യുന്നു എന്ന ആരോപണം എല്ലാ തെരഞ്ഞെടുപ്പിന് ശേഷവും ലീഗ് കേന്ദ്രങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ കിട്ടുന്ന വോട്ട് സമാഹരിക്കാൻ BJP-ക്ക് ഇത്തവണയും കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പാപഭാരം കൂടി വി അബ്ദുറഹ്മാന്റെ തലയിൽ വരും എന്നുള്ളതും നമ്മൾ താനൂരിന്റെ രാഷ്ട്രീയത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ഈ പറഞ്ഞു പോകുമ്പോൾ BJP-ക്ക് ഇപ്പോഴും ഒരു ആശയക്കുഴപ്പമുണ്ട്. സ്ഥാനാർത്ഥി ആരെ ആക്കണം എന്ന കാര്യത്തിൽ പോലും പല പേരുകളും അവരിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഒന്നിലേക്കും അവർക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ കഴിയുന്നില്ല ആ മണ്ഡലത്തിൽ എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട്, താനൂർ നഗരസഭയിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷം BJP ആണെന്ന് കൂടി പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. താനൂർ നഗരസഭയിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷം BJP ആണെന്ന് കൂടി കാണണം. അപ്പോൾ അബ്ദുറഹ്മാൻ രണ്ടത്താണി വീണ്ടും തിരിച്ചെത്തിയേക്കും എന്നൊരു സൂചന കൂടി അവിടെ ചില ലീഗുകാർ നൽകുന്നുണ്ട്. അതിന്റെ ഒരു ഓപ്ഷൻ, ഒരു സാധ്യത എങ്ങനെയാണ്? അതായത് അബ്ദുറഹ്മാൻ രണ്ടത്താണി നേരത്തെ അവിടുന്ന് ജയിച്ചിട്ടുള്ള 2 തവണ ജയിച്ചിട്ടുള്ള ആളാണ്. മണ്ഡലത്തിലെ ഓരോ ആളുകളോടും സവിശേഷമായ ബന്ധങ്ങൾ ഉണ്ട്. കഴിഞ്ഞ വി അബ്ദുറഹ്മാൻ അദ്ദേഹത്തെ അട്ടിമറിച്ച് തോൽപ്പിച്ചു കളഞ്ഞ് എങ്കിൽ പോലും അദ്ദേഹത്തിന് കൂടുതൽ ഇപ്പോഴും ജനങ്ങളുമായുള്ള ഒരു ബന്ധം. അങ്ങനെയാണെങ്കിൽ ഒരു മുതിർന്ന നേതാവിനെ, പരിചയസമ്പന്നനായ നേതാവിനെ, തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഇതിനു മുമ്പ് അതിജീവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത് രൂപീകരിച്ചിട്ടുള്ള ഒരു നേതാവിനെ ഇറക്കണം എന്ന ആലോചനയിലേക്ക് വന്നാൽ അവിടെ രണ്ടത്താണിയിലേക്ക് ലീഗിലെ UDF-ലെ ചർച്ചകൾ എത്തിച്ചേരും എന്നുറപ്പാണ്. പക്ഷെ ആര് വന്നാലും ലീഗിന് ജയിച്ചു കയറണമെങ്കിൽ കോൺഗ്രസുമായുള്ള പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റൂ. ഒരു കാര്യം മറന്നുപോയി, വി അബ്ദുറഹ്മാൻ നേരിടുന്ന പല വെല്ലുവിളികളുണ്ട്. അതിലൊന്ന് നിരന്തരമായി അദ്ദേഹത്തിന് മുകളിലേക്ക് ഉയർന്നു വരാനുള്ള ഒരു ചോദ്യം മെസ്സിയാണ്. മെസ്സി എവിടെ പോയി? പലവട്ടം മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചില്ല എന്ന ചോദ്യത്തിന് പക്ഷേ അബ്ദുറഹ്മാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് മറുപടി പറയേണ്ടി വരും. ഒക്ടോബറും കഴിഞ്ഞ്, ജനുവരിയും കഴിഞ്ഞ്, ഇപ്പോൾ ഫെബ്രുവരിയും തീരാൻ പോകുന്നു, മാർച്ച് വിൻഡോയും വരാൻ പോകുന്നു. അവിടെയും മെസ്സി എത്തുന്ന സൂചനകൾ ഒന്നുമില്ല. മെസ്സി വരുമെന്ന് ആദ്യം പ്രഖ്യാപിച്ചത്, കുട്ടികൾക്ക് മുമ്പിലാണെങ്കിലും പോയി നിന്ന് പ്രഖ്യാപിച്ചത് വി അബ്ദുറഹ്മാൻ ആയതുകൊണ്ട് മലപ്പുറത്തെ ഫുട്ബോൾ പ്രേമികൾ വി അബ്ദുറഹ്മാനോട് മെസ്സി എവിടെ എന്ന ചോദ്യം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് ഉയർത്താനുള്ള സാധ്യത തള്ളിക്കളയില്ല. UDF-ഉം എതിർപ്പാളയവും കൃത്യമായ ഒരു ആയുധമാക്കി അത് ഉയർത്തിക്കൊണ്ടേയിരിക്കും. ഉറപ്പല്ലേ? അപ്പോ വി അബ്ദുറഹ്മാൻ അവിടെ നേരിടാൻ പോകുന്ന പല ചോദ്യങ്ങളിലൊന്ന് എവിടെ നിങ്ങളുടെ മെസ്സി എന്നതായിരിക്കും. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് വി അബ്ദുറഹ്മാന് അദ്ദേഹത്തിൻ്റെത് മാത്രമായ ഒരു സ്വതസിദ്ധമായ, അദ്ദേഹത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു
ഒരു ഇലക്ഷൻ മാനേജ്മെന്റ് ഉണ്ട്. ആ ഇലക്ഷൻ മാനേജ്മെന്റിനെ മറികടക്കാൻ ലീഗ് ഇപ്പോൾ അണിനിരത്തുന്ന ഈ യങ് കാൻഡിഡേറ്റ്സിന് ഈ ചോരത്തിളപ്പിന് കഴിയുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് താനൂരിൽ ഉയരുന്നത്.